ഹായ് ഗുഡ് മോർണിംഗ്. അടുത്ത ടോപ്പിക്കാണ് ബൈനറി സെർച്ച് ട്രീ. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ ബൈനറി സെർച്ച് ട്രീ. എന്താണ് ബൈനറി സെർച്ച് ട്രീ? എ ബൈനറി സെർച്ച് ട്രീ ഫോളോ സം ഓർഡർ ടു അറേഞ്ച് ദ എലമെൻറ്റ്സ്. നമ്മൾ ഇത്രയും നേരം നമ്മളൊരു ബൈനറി ട്രീയിലാണെങ്കിൽ പോലും നമ്മൾ എലമെൻറ്റ്സിനെ ഇൻസെർട്ട് ചെയ്യാൻ നേരത്ത് നമ്മളൊരു ഓർഡർ ഒന്നും കീപ്പ് ചെയ്യുന്നില്ലായിരുന്നു. നമ്മൾ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ ഓർഡർ ഒന്നും കീപ്പ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ബൈനറി സെർച്ച് ട്രീയിൽ ഒരു ഓർഡർ കീപ്പ് ചെയ്യേണ്ടി വരും. എന്ത് ഓർഡറാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇൻ എ ബൈനറി സെർച്ച് ട്രീ ദ വാല്യൂ ഓഫ് ലെഫ്റ്റ് നോഡ് മസ്റ്റ് ബി സ്മോളർ ദാൻ ദ പേരൻറ്റ് നോഡ് ആൻഡ് ദ വാല്യൂ ഓഫ് റൈറ്റ് നോഡ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ പേരൻറ്റ് നോഡ്. ആ ഓർഡറാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ആ ഓർഡർ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പേരൻറ്റ് നോഡിനേക്കാളും ചെറുതായിരിക്കണം ലെഫ്റ്റിലുള്ള വാല്യൂസ്, ലെഫ്റ്റിലുള്ള എലമെൻറ്റ്സ്. പേരൻറ്റ് നോഡിനേക്കാളും വലുതായിരിക്കണം റൈറ്റിലുള്ള എലമെൻറ്റ്സ്. ഈ ഓർഡറാണ് നമ്മൾ ബൈനറി സെർച്ച് ട്രീയിൽ യൂസ് ചെയ്യേണ്ടത്. ആ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. നമ്മളുടെ പേരൻറ്റ് നോഡിനേക്കാളും ചെറുതായിരിക്കണം ലെഫ്റ്റിലുള്ളത് എലമെൻറ്റ്സും, പേരൻറ്റ് നോഡിനേക്കാളും വലുതായിരിക്കണം റൈറ്റിലുള്ള എലമെൻറ്റ്സും. ഇതാണ് നമ്മൾ ബൈനറി സെർച്ച് ട്രീയിൽ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 40 എന്ന് പറയുന്നത് റൂട്ട് നോഡാണ്. ഫസ്റ്റ് ആഡ് ചെയ്ത എലമെൻറ്റ് എന്ന് പറയുന്നത് 40ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് റൂട്ട് നോഡാണ്. ഇനി നമ്മളടുത്ത് 13 ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് 30 ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ നോക്കണം, പേരൻറ്റ് നോഡിനേക്കാളും ചെറുതാണെങ്കിൽ ലെഫ്റ്റിലും വലുതാണെങ്കിൽ റൈറ്റിലും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 30 പേരൻറ്റ് നോഡിനേക്കാളും ചെറുതാണ്. അതുകൊണ്ടാണ് 40യുടെ ലെഫ്റ്റ് സൈഡിൽ 13 ആഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 50 വന്നപ്പോൾ 40നേക്കാളും വലുതായതുകൊണ്ടാണ് റൈറ്റിൽ ആഡ് ചെയ്തത്. ഇനി 25 ഇൻസേർട്ട് ചെയ്യാൻ നേരത്തോ 25 ഇൻസേർട്ട് ചെയ്യുന്ന നേരത്ത് ആദ്യം നമ്മൾ റൂട്ട് നോഡ് വെച്ച് നോക്കണം. റൂട്ട് നോഡ് നോക്കി 25 40നേക്കാളും ചെറുതായതുകൊണ്ട് ലെഫ്റ്റിലേക്ക് വിട്ടപ്പോൾ ഇവിടെ ഒരു 30 കിടക്കുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ 30യുടെ കൂടി ചെക്ക് ചെയ്യണം. 30യുടെക്കാളും ചെറുതാണോ വലുതാണോ ചെക്ക് ചെയ്യണം. ചെറുതാണെങ്കിൽ 30യുടെ ലെഫ്റ്റിലും, വലുതാണെങ്കിൽ 30യുടെ റൈറ്റിലും വരും. അങ്ങനെ തന്നെയാണ് ഇതെല്ലാം ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ആയി പറഞ്ഞിരിക്കുന്നത്. അതായത് ലിങ്ക്ഡ് ലിസ്റ്റിന് അതിൻ്റെ ഇൻസേർഷൻ ഡിലീഷനൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ബൈനറി സെർച്ച് ട്രീ കുറച്ചും കൂടി എളുപ്പം കിട്ടും നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ അകത്തെല്ലാം ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമല്ലേ. അതായത് ഇപ്പോൾ ചെറുതാ നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കിയാൽ പോരെ, വലുതാ സെർച്ച് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡ് മാത്രം നോക്കിയാൽ പോരെ. നമ്മൾ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഇനി ഒരു ബൈനറി സെർച്ച് ട്രീ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് ഇത്ര എലമെൻറ്റ്സാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. 45, 15, 79, 90, 10, 55, 12, 20, 50. ഇത്രയും കാര്യങ്ങളാണ്, ഇത്ര എലമെൻറ്റ്സിനെയാണ് നമുക്കൊരു ബൈനറി സെർച്ച് ട്രീക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. നമ്മൾ ഇൻസേർട്ട് ചെയ്ത് തുടങ്ങുക. 45നെ ആദ്യം ഇൻസേർട്ട് ചെയ്തപ്പോൾ റൂട്ട് നോഡായിട്ട് ഇട്ടു. ഫസ്റ്റ് വി ഹാവ് ടു ഇൻസേർട്ട് 45 ഇൻ ടു ദ ട്രീ ആസ് ദ റൂട്ട് നോഡ് ഓഫ് ദ ട്രീ. ആദ്യം ഇൻസേർട്ട് ചെയ്യുന്ന എലമെൻറ്റാണ് റൂട്ട് നോഡ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 45നെ റൂട്ട് നോഡാക്കിയത്. ദെൻ റീഡ് ദ നെക്സ്റ്റ് എലമെൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് സ്മോളർ ദാൻ ദ റൂട്ട് നോഡ് ഇൻസേർട്ട് അറ്റ് ദ റൂട്ട് ഓഫ് ദ ലെഫ്റ്റ് സബ് ട്രീ ആൻഡ് മൂവ് ടു ദ നെക്സ്റ്റ് എലമെൻറ്റ്. അതർവൈസ് ഇഫ് ദ എലമെൻറ്റ് ഈസ് ലാർജർ ദാൻ ദ റൂട്ട് നോഡ് ദെൻ ഇൻസേർട്ട് ഇറ്റ് ഇൻ ടു റൂട്ട് ഓഫ് ദ റൈറ്റ് സബ് ട്രീ. അതായത് 45ന് നമ്മൾ ആദ്യം തന്നെ ഇൻസേർട്ട് ചെയ്തു. 45ന് ഇൻസേർട്ട് ചെയ്തപ്പോൾ 45 അത് വേറെ എലമെൻറ്റുകളൊന്നും ഇല്ലല്ലോ, ഫസ്റ്റ് എലമെൻ്റ് അല്ലേ. ഫസ്റ്റ് എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ അതാണ് റൂട്ട് എലമെൻറ്റ്. അപ്പം അങ്ങനെ 45ന് നേരെ അങ്ങ് ഇൻസേർട്ട് ചെയ്തു. അടുത്ത എലമെൻറ്റ് 15ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം, 15 45നേക്കാളും ചെറുതാണോ വലുതാണോ എന്ന് ചെക്ക് ചെയ്യണം. ചെറുതാണെങ്കിൽ എവിടെ ഇടണം? ലെഫ്റ്റ് സൈഡിലിടണം. വലുതാണെങ്കിലോ റൈറ്റ് സൈഡിലിടണം. ഇപ്പോൾ ഈ 45നേക്കാളും അടുത്തത് ഇൻസേർട്ട് ചെയ്യണത് 15ആണ്. 45നേക്കാളും ചെറുതാണ് 15. ചെറുതായതുകൊണ്ടാണ് അതിന് ലെഫ്റ്റ് സൈഡിൽ ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്തത് ഇൻസേർട്ട് ചെയ്യുക. 79 അടുത്ത് ഇൻസേർട്ട് ചെയ്യണേ. 79 ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ നോക്കുക, 79 45നേക്കാളും വലുതാണോ ചെറുതാണോ നോക്കി. 79 45നേക്കാളും വലുതായതുകൊണ്ട് അതിനെ റൈറ്റ് സൈഡിലിട്ടു. ഇനി അടുത്തത് 19 ഇൻസേർട്ട് ചെയ്തു. 19 ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ആദ്യം നോക്കണം, 45നേക്കാളും വലുതാണോ ചെറുതാണോ 90 എന്ന് നോക്കണം. 45നേക്കാളും വലുതാണ്. അതുകൊണ്ട് നേരെ ഈ സൈഡിലേക്ക് വന്നു. ഈ സൈഡിൽ ഓൾറെഡി ആരുണ്ട്? 79 ഉണ്ട്.
എന്നിട്ട് 79 ചെക്ക് ചെയ്യാൻ പോവാം. 79 വലുതാണോ ചെറുതാണോ എന്ന് ചെക്ക് ചെയ്തു. വലുതാണ്, 90 വലുതാണ് 79 അതുകൊണ്ട് തന്നെ 79 റൈറ്റ് സൈഡിൽ 19 ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്തത് 10 ഇൻസേർട്ട് ചെയ്യാൻ പോവാം. 10 ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് ആദ്യം നോക്കേണ്ടത് 45 വലുതാണോ ചെറുതാണോ എന്ന് നോക്കി. 45 ചെറുതാ, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി ആരുണ്ട്? 15 ഉണ്ട്. 15 ചെറുതാണോ വലുതാണോ എന്ന് നോക്കി. 15 ചെറുതാണ് 10, അതുകൊണ്ടാണ് 15 ലെഫ്റ്റ് സൈഡിൽ 10 ഇൻസേർട്ട് ചെയ്തത്. ഇനി അടുത്ത് 55 ഇൻസേർട്ട് ചെയ്യുക. 55 ഇൻസേർട്ട് ചെയ്യാനായിട്ട് 45 വലുതാണോ ചെറുതാണോ നോക്കി. 55 വലുതായതുകൊണ്ട് ഈ റൈറ്റ് സൈഡിലേക്ക് പോന്നു. റൈറ്റ് സൈഡിൽ 79 എന്ന് പറഞ്ഞൊരു നോഡ് കിടക്കുന്നുണ്ട്. 79 വലുതാണോ ചെറുതാണോ നോക്കി. 79 ചെറുതാ, അതുകൊണ്ട് 79 ലെഫ്റ്റിൽ അതിനെ ആഡ് ചെയ്തു. ഇനി അടുത്തത് 12 ഇൻസേർട്ട് ചെയ്യാൻ പോവാം. 12 ഇൻസേർട്ട് ചെയ്യാൻ നേരത്തെ എവിടെ ഇൻസേർട്ട് ചെയ്യാം? ആദ്യം 45 വലുതാണോ ചെറുതാണോ നോക്കി. 45 ചെറുതാ 12, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോന്നു. ലെഫ്റ്റ് സൈഡിൽ 15 ഉണ്ട്. 15 വലുതാണോ ചെറുതാണോ നോക്കി. ചെറുതായതുകൊണ്ട് നേരെ 15 ലെഫ്റ്റിലേക്ക് പോകുന്നു. 15 ലെഫ്റ്റിൽ ആരുണ്ട്? 10 ഉണ്ട്. 10 വലുതാണോ ചെറുതാണോ നോക്കി. 10 വലുതാ. 10 വലുതായതുകൊണ്ട് 10 റൈറ്റ് സൈഡിൽ 12 ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്ത് 20 ഇൻസേർട്ട് ചെയ്യാൻ പോവാം. 20 ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് 45 വലുതാണോ ചെറുതാണോ നോക്കി. 45 ചെറുതാ, അതുകൊണ്ട് 45 ലെഫ്റ്റിലേക്ക് വന്നു. 45 ലെഫ്റ്റിൽ 15 ഉണ്ട്. 15 വലുതാണോ ചെറുതാണോ നോക്കി. 15 വലുതാ, അപ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട്, അതുകൊണ്ട് 15 റൈറ്റിൽ 20 ഇൻസേർട്ട് ചെയ്തു. ഇനി 15 ഇൻസേർട്ട് ചെയ്യാൻ പോവാം. 15 ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് 45 വലുതാണോ ചെറുതാണോ നോക്കി. 45 വലുതായതുകൊണ്ട് നേരെ റൈറ്റ് സൈഡിലോട്ട് വന്നു. റൈറ്റ് സൈഡിൽ ഓൾറെഡി ആരുണ്ട്? 79 ഉണ്ട്. 79 വലുതാണോ ചെറുതാണോ നോക്കി. 79 ചെറുതാ. 79 ചെറുതായതുകൊണ്ട് ലെഫ്റ്റിലോട്ട് പോകുന്നു. 79 ലെഫ്റ്റിൽ ആദ്യം ആരുണ്ട്? 55 ഉണ്ട് ഓൾറെഡി. 55 വലുതാണോ ചെറുതാണോ നോക്കി. 55 ചെറുതാ 50, അതുകൊണ്ട് 55 ലെഫ്റ്റിൽ ഇൻസേർട്ട് ചെയ്തു. ഇങ്ങനെയാണ് ബൈനറി സെർച്ച് ട്രീയിൽ ഒരു ഓർഡർ വെച്ചിട്ട് എലമെൻസിനെ അറേഞ്ച് ചെയ്യുന്നത് ബൈനറി സെർച്ച് ട്രീയിൽ. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. ബൈനറി സെർച്ച് ട്രീയിൽ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. സെർച്ച്, ഇൻസേർട്ട്, ഡിലീറ്റ്, ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യാനുണ്ട്. അതിൽ ആദ്യത്തെ നമ്മൾ സെർച്ച് ചെയ്യാൻ നേരത്ത് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എലമെൻറ്റിനെ സെർച്ച് ചെയ്യാനായിട്ട് കൊടുത്തു. ഇപ്പോൾ 10 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഒരു ട്രീക്കകത്തുണ്ടെന്ന് നോക്കി. ആ 10 എന്ന് പറഞ്ഞത് ഏത് പൊസിഷനിലാണ് കിടക്കണേ, ആ പൊസിഷൻ ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരും. അതിനെയാണ് സെർച്ച് എന്ന് പറയുന്നത്. നമ്മൾ സെർച്ച് ചെയ്യാൻ നേരത്ത് ആദ്യം നോക്കേണ്ടത് നമ്മളുടെ റൂട്ട് നോഡ്. നമ്മളിപ്പോൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റൂട്ട് നോഡ് കിടക്കണ്ടോ എന്ന് നോക്കണം. റൂട്ട് നോഡാണോ നമ്മൾ സെർച്ച് ചെയ്യണേന്ന് നോക്കണം. അതാദ്യം നോക്കണം. അതാണ് ഫസ്റ്റ്. കമ്പയർ ദ എലമെൻറ്റ് ടു ബി സെർച്ചഡ് വിത്ത് ദ റൂട്ട് എലമെൻറ്റ് ഓഫ് ദ ട്രീ. റൂട്ട് നോഡായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. റൂട്ട് നോഡാണോ ഞാൻ സെർച്ച് ചെയ്തത് നോക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്തത് നോക്കേണ്ട എന്താ? ഇഫ് റൂട്ട് ഈസ് മാച്ച്ഡ് വിത്ത് ദ ടാർഗറ്റ് എലമെൻറ്റ് ദെൻ റിട്ടേൺ നോട്ട്സ് ലൊക്കേഷൻ. അതേ റൂട്ടാണോ നമ്മളുടെ ടാർഗറ്റ് എലമെൻറ്റ്, നമ്മൾ ഉദ്ദേശിച്ച എലമെൻറ്റ് റൂട്ടാണെങ്കിൽ ആ റൂട്ടിൻ്റെ ലൊക്കേഷൻ റിട്ടേൺ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. ഇനി റൂട്ട് അല്ല എന്നുണ്ടെങ്കിൽ ദെൻ ചെക്ക് വെദർ ദ ഐറ്റം ഈസ് ലെസ് ദാൻ ദ റൂട്ട് എലമെൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് സ്മോളർ ദാൻ ദ റൂട്ട് എലമെൻറ്റ് ദെൻ മൂവ് ടു ദ ലെഫ്റ്റ് സബ് ട്രീ. എന്നിട്ട് നമ്മൾ നോക്കേണ്ടത്, അതായത് റൂട്ട് നോഡല്ല നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സെർച്ച് ചെയ്ത നമ്പർ റൂട്ട് നോഡല്ല. അതല്ലെന്നുണ്ടെങ്കിൽ റൂട്ടിനേക്കാളും വലുതാണോ ചെറുതാണോ നോക്കി. റൂട്ടിനേക്കാളും ചെറുതാണ് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സബ് ട്രീയിലേക്ക് മൂവ് ചെയ്യണം. ഇനി വലുതാണെങ്കിലോ റൈറ്റ് സബ് ട്രീയിലേക്ക് മൂവ് ചെയ്യണം. എന്നിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് നമ്മൾ സെർച്ച് ചെയ്ത എലമെൻറ്റ് കിട്ടുന്നോടം വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് യു ഹാവ് ടു ഫൈൻഡ് 20. ഈ റൂട്ടിൻ്റെ അകത്ത്, ഈ ട്രീക്കകത്തുനിന്ന് 20 എന്ന് പറയുന്ന എലമെൻറ്റിനെയാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. റൂട്ട് നോഡായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. ഇവിടെ റൂട്ട് നോഡായിട്ട് 45 കിടക്കണേ.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 20ആണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ 20 അല്ലല്ലോ ഇവിടെ കിടക്കണേ, അപ്പോൾ അത് ഫോൾസായി. അത് കഴിഞ്ഞിട്ട് എന്തായിക്കണ്ടേ, 45നേക്കാളും വലുതാണോ ചെറുതാണോ നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 20, നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 20 45നേക്കാളും ചെറുതാണോ വലുതാണോ നോക്കി. ചെറുതാണെങ്കിൽ ലെഫ്റ്റ് സബ് ട്രീ നോക്കണം, വലുതാണെങ്കിൽ റൈറ്റ് സബ് ട്രീ നോക്കണം. 45നേക്കാളും ചെറുതാണ് 20, അതുകൊണ്ട് ലെഫ്റ്റ് സബ് ട്രീ നോക്കി. ലെഫ്റ്റ് സബ് ട്രീ നോക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നു. അടുത്ത ലെഫ്റ്റ് സബ് ട്രീക്കകത്ത് ആദ്യം കിടക്കണ എലമെൻ്റ് ഏതാ, 15ലേക്ക് വന്നു. ഈ 15 ആണോ 20 എന്ന് നോക്കി. 15ഉം നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 20യും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴെന്താ, അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ, അതല്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നമ്മളുടെ ഈ 15നേക്കാളും വലുതാണോ ചെറുതാണോ 20 എന്ന് നോക്കി. ഇവിടെ വലുതായതുകൊണ്ട് 15ൻ്റെ റൈറ്റ് സബ് ട്രീയിലേക്കാണ് പോകേണ്ടത്. 15ൻ്റെ റൈറ്റ് സബ് ട്രീയിലേക്ക് നമ്മൾ പോയി. 15ൻ്റെ റൈറ്റ് കിടക്കുന്നത് ഒരൊറ്റ നോഡ് മാത്രമേ ഉള്ളൂ, 20. എന്നിട്ട് നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം, നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചതും ഈ നോഡും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. ഇവിടെ 20 നമുക്ക് കിട്ടി, അപ്പം നമുക്കതിൻ്റെ പൊസിഷൻ റിട്ടേൺ ചെയ്തു. ഇങ്ങനെയാണ് ബൈനറി സെർച്ച് ട്രീയിൽ സെർച്ച് നടക്കുന്നത്. ഇനി ഇൻസേർഷൻ നടക്കുന്നത് എപ്പോഴും അതിൻ്റെ ഏറ്റവും ലീഫിലായിരിക്കും, ഏറ്റവും അടിയിലായിരിക്കും നമ്മൾ ഇൻസേർഷൻ നടക്കുന്നത്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചില്ല, ആ സെയിം മെത്തേഡ് തന്നെയാണ് ഒരു ട്രീക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത്. ബൈനറി സെർച്ച് ട്രീൻ്റെ ഇത് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ, പ്രോപ്പർട്ടീസ് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് 65 എന്ന് പറഞ്ഞൊരു നോഡ് ഇതിൻ്റെ ഈ ട്രീക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവുക. ആദ്യം നോക്കേണ്ടത് എന്താ, 45നേക്കാളും വലുതാണോ ചെറുതാണോ നോക്കി. 45നേക്കാളും വലുതാ, അതുകൊണ്ട് നേരെ റൈറ്റിലേക്ക് പോന്നു. റൈറ്റിൽ നോക്കി 79നേക്കാളും വലുതാണോ ചെറുതാണോ നോക്കി. 79നേക്കാളും ചെറുതാ 65, അതുകൊണ്ട് ലെഫ്റ്റിലോട്ട് പോന്നു. ലെഫ്റ്റിൽ ഓൾറെഡി 55 ഉണ്ട്. 55ൻ്റെ വലുതാണോ ചെറുതാണോ നോക്കി. 55നേക്കാളും വലുതാ 65, അതുകൊണ്ട് 55ൻ്റെ നേരെ റൈറ്റിലേക്ക് വന്നു. അവിടെ 65നെ ഇൻസേർട്ട് ചെയ്തു. ഏറ്റവും ലീഫിലായിരിക്കും ഇൻസേർട്ട് ചെയ്യേണ്ടത്. നമ്മളുടെ ഈ ബൈനറി സെർച്ച് ട്രീയിലെ ഈ എല്ലാ ഇതും നോക്കണമെന്നും മാത്രം, പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത്. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കുക. ഡിലീറ്റ് ചെയ്യാൻ നേരത്ത് 3 തരത്തിലുള്ള ഡിലീഷൻ ഇവിടെ നടക്കും. 3 തരം. ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലീഫിലുള്ള നോഡിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി വരും. അതായത് ഏറ്റവും അടിയിലുള്ള ഒരു ചിൽഡ്രൻ പോലും ഇല്ലാത്തൊരു നോഡിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റി വരും. പിന്നെ വരുന്നത് എത്രയാണ്, ഒരു ചിൽഡ്രൻ ഉള്ള നോഡിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് വരും. പിന്നെ ഉള്ളത് 2 ചിൽഡ്രൻ ഉള്ള നോഡിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് വരും. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഡിലീറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ഒരു ചിൽഡ്രൻ പോലും ഇല്ലാത്ത നോഡ്, അതായത് ലീഫ് നോഡിനെ ഡിലീറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് നോഡാണോ ആ നോഡിനെ നള്ളായിട്ട് റീപ്ലേസ് ചെയ്യുക. നള്ളായിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈസി ആയിട്ട് അതിനെ റിമൂവ് ചെയ്ത് കളയുക. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട എലമെൻറ്റ് 90ആണ്. 90 ലീഫ് നോഡാണ്. അതിന് ഒരു ചിൽഡ്രൻ പോലും ഇല്ല. ഒരു ചിൽഡ്രൻ പോലും ഇല്ലാത്തത് കൊണ്ട് അതിനെ നേരെ നള്ളായിട്ട് റീപ്ലേസ് ചെയ്തു. നള്ളായിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും സിംപിളസ്റ്റ് മെത്തേഡാണ് ലീഫ് നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ, ഒരു ചിൽഡ്രനെങ്കിലും ഉള്ള ഒരു നോഡിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നാണ് അടുത്ത കണ്ടീഷൻ നോക്കുന്നത്. ഒരു ചിൽഡ്രനെങ്കിലും ഉള്ള നോഡിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നേരത്ത് ആ നോഡിനെ അതിൻ്റെ ചിൽഡ്രനായിട്ട് റീപ്ലേസ് ചെയ്യണം. ആ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നോഡിൻ്റെ ചിൽഡ്രനായിട്ട് അതിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റീപ്ലേസ് ചെയ്ത ചിൽഡ്രനെ നള്ളായിട്ട് റീപ്ലേസ് ചെയ്യണം. അതായത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് 79നെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. 79ന് ഒരു ചിൽഡ്രൻ മാത്രമുള്ളൂ. 55 എന്ന് പറഞ്ഞ ഒരു ചിൽഡ്രൻ മാത്രമുള്ളൂ. ആ 79നെ 55 ആയിട്ട് റീപ്ലേസ് ചെയ്തു. അതായത് 55 മുകളിലോട്ട് പോയി 79 താഴത്തേക്ക് വന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ചിൽഡ്രനെ, അതായത് 79നെ നള്ളായിട്ട് റീപ്ലേസ് ചെയ്തു. നള്ളായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഈസി ആയിട്ട് അതിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട്
അടുത്ത നോക്കുവാണെങ്കിൽ 2 ചിൽഡ്രൻ വരുന്ന കേസിലാണ്. 2 ചിൽഡ്രൻ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫൈൻഡ് ദ ഇൻഓർഡർ സക്സസർ ഓഫ് ദ നോഡ് ടു ബി ഡിലീറ്റഡ്. നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നോഡിൻ്റെ ഇൻഓർഡർ സക്സസർ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ആ കണ്ടുപിടിച്ച ഇൻഓർഡർ സക്സസറും നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായിട്ട് റീപ്ലേസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ ലീഫിൽ വരുന്നതിന് നള്ളാക്കി കഴിഞ്ഞിട്ട് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ഇൻഓർഡർ സക്സസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ നോഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏറ്റവും മിനിമം എലമെൻറ്റ്, അതിനെയാണ് ഇൻഓർഡർ സക്സസർ എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിൽ വരുന്ന, അതായത് റൈറ്റ് ചൈൽഡിൽ വരുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള എലമെൻറ്റ്. The inorder successor is required when the right child of the node is not empty. We can obtain the inorder successor by finding the minimum element in the right child of the node. റൈറ്റ് ചൈൽഡിലുള്ള ഏറ്റവും മിനിമം എലമെൻ്റാണ് ഇൻഓർഡർ സക്സസർ. അപ്പോൾ നമ്മൾ 2 ചിൽഡ്രൻ ഉള്ളത് ഡിലീറ്റ് ചെയ്യാൻ നേരത്ത് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇൻഓർഡർ സക്സസറിനെ കണ്ടുപിടിക്കണം. ഇൻഓർഡർ സക്സസറിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഇൻഓർഡർ സക്സസറായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എലമെൻറ്റിനെ റീപ്ലേസ് ചെയ്യണം. അതിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഈസി ആയിട്ട് നള്ളായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ 45നെ ഡിലീറ്റ് ചെയ്യണ്ടേ. 45ൻ്റെ ഇൻഓർഡർ സക്സസർ ആദ്യം കണ്ടുപിടിക്കണം. 45ൻ്റെ ഇൻഓർഡർ സക്സസർ 45ൻ്റെ റൈറ്റിലുള്ള ഏറ്റവും മിനിമം വാല്യൂ. ഇതിൻ്റെ റൈറ്റിലാകെ 79ഉം 55 കിടക്കണേ. ഇതിൻ്റെ അകത്ത് ഏറ്റവും മിനിമം 55 ആയിട്ട് 45നെ റീപ്ലേസ് ചെയ്യണം. 45 താഴെ വന്നു, 55 മുകളിലും പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 45 ഏറ്റവും ലാസ്റ്റ് വന്നില്ലേ, അത് കഴിഞ്ഞിട്ട് അതിനെ നള്ളായിട്ട് സെറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. ഇങ്ങനെയാണ് 2 ചിൽഡ്രൻ വരുമ്പോഴുള്ള കേസിൽ ചെയ്യേണ്ടത്. ഇത്രയാണ് ഓപ്പറേഷൻസ്. Okay, thank you.